എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇന്നും നമ്മൾ ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് എങ്ങനെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഫയലിനെ നമുക്ക് എങ്ങനെ ആ ഒരു ഫോൾഡറിനകത്തോട്ട് മാറ്റാമെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയും. അപ്പോൾ ഇതൊക്കെ അറിയാത്തതായിട്ട് ഒരുപാട് പേരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പൊ അറിയാവുന്നവർ വിചാരിക്കും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇതൊക്കെ എന്തിനാ ഈ പറയുന്നേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും ഞങ്ങൾക്ക് പറ്റില്ല, പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവരെ, കുറച്ച് ഏജ്ഡൊക്കെ ആയതിനു ശേഷം പഠിക്കാൻ തുടങ്ങുന്നവരെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കത്തില്ല, കുറച്ച് സമയമെടുത്ത് പയ്യായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ആ ഒരു കണ്ടന്റ് നമുക്ക് തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. എന്നിട്ട് നമുക്കൊരു ഫയലിനെ എങ്ങനെ ഒരു ഫോൾഡറിലോട്ട് സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓൺ ആയി വരുമ്പോൾ ഈ കാണുന്ന ഈ ഒരു ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്ക്രീൻ, അതാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ പിക്ചേഴ്സ് കാണാം. ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ്. അപ്പൊ ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺസ്. അപ്പൊ ഈ രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്ക്രീന്, അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്വിച്ച് ഒക്കെ ഓൺ ചെയ്ത് ഓൺ ആയി വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഐക്കൺസ് എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺസ്. ഫോൾഡർ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ലൊക്കേഷൻ ആണ്. നമ്മുടെ ഫയലും നമ്മുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഡെസ്ക്ടോപ്പിലെയാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, ഈ കാണുന്ന ഡെസ്ക്ടോപ്പിന്റെ എവിടെയെങ്കിലും, ഇന്ന സ്ഥലത്ത് വേണമെന്നില്ല, ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക. നമ്മൾ ലാപ്ടോപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ മൗസ് വന്നെന്ന് ചിന്തിക്കും. അപ്പൊ അത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ്റ്റേണൽ മൗസ് കൂടെ വാങ്ങി കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്, മൗസ് കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മൗസിന്റെ കാര്യം പറയുന്നത്. മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അറിയാലോ, നമ്മുടെ മൗസിന് ലെഫ്റ്റ് ബട്ടണും ഉണ്ട്, റൈറ്റ് ബട്ടണും ഉണ്ട്, പിന്നെ സെന്ററിൽ ഒരു സ്ക്രോൾ വീലും ഉണ്ട്. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, മൗസ് ഇങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും വെച്ചോ, ഇപ്പൊ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മൗസിന്റെ റൈറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഓപ്ഷൻ ലിസ്റ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ നമുക്ക് ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പുതിയതായിട്ട് എന്തോ ഒരു സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിനകത്ത് ഈ ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് വെച്ചപ്പോ തന്നെ, മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് വെച്ചപ്പോ തന്നെ അതിന്റെ വലതുവശത്ത് നമുക്ക് ഈ ന്യൂവിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം കൂടെ മറ്റൊരു ഓപ്ഷൻ ലിസ്റ്റ് ആയിട്ട് കാണാം. അതായത് പുതിയതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുവാണ്. അതായത് ഫസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ ഫോൾഡർ, സെക്കൻഡ് വൺ ഷോർട്ട് കട്ട്, ബിറ്റ് മാപ്പ് ഇമേജ്, മൈക്രോസോഫ്റ്റ് വേർഡ്, അങ്ങനെ താഴോട്ട് നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് വേണ്ടത് ഫോൾഡർ ആയിരുന്നു. സോ ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മൗസ് വെച്ചപ്പോ തന്നെ നമുക്കിവിടെ അടുത്ത ഓപ്ഷൻ ലിസ്റ്റിലെ ഒന്നാമത്തെ ആളാണ് ഫോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോൾഡർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത്രയും ലെങ്ത് ഉണ്ട് ഈ ഒരു ഫോൾഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചാൽ മതി, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. നമ്മുടെ സിസ്റ്റമാണ്, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം. അപ്പൊ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത് ഉണ്ട്, ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് ഫോൾഡർ വേണം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുക. നമ്മൾ ആ ഒരു ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ
നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഫോൾഡറിന്റെ ആ ഒരു കളറും അതിന്റെ ഒരു സ്ട്രക്ചറും. ഒരു യെല്ലോ കളറിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് പോലെ കാണാൻ പറ്റും. ഇതാണ് ഫോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞാണ് വരുന്നത്. ആ പേര് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി തന്നെയാണ് വരുന്നത്. നമ്മൾ പുതിയ പേരൊന്നും കൊടുത്തില്ലെങ്കിൽ ആ ഫോൾഡറിന്റെ പേര് അങ്ങനെ തന്നെ കിടക്കും. ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ് കിടക്കും. ഇപ്പൊ നമുക്ക് പുതിയ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ആ പുതിയ പേര് ഇങ്ങനെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മളൊന്നും ചെയ്യേണ്ട. എന്നിട്ട് ആ പേര് അതിലോട്ട് അങ്ങ് ഫിക്സ് ആകാൻ വേണ്ടി കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കമ്പ്യൂട്ടർ എന്ന പേരിൽ പുതിയൊരു ഫോൾഡർ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. എളുപ്പമാണ്, ഒരു പ്രയാസമില്ല. എത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ നോക്കാം, നമുക്ക് ഇനി ബാക്കി ഒന്നും കൂടെ നോക്കാം എങ്ങനെയാണിത്. എങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ എവിടെയാണോ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ സ്ഥലത്തോട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുമ്പോൾ തന്നെ വലതുവശത്ത് മറ്റൊരു ഓപ്ഷൻ ലിസ്റ്റ് കാണാം. ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനകത്തുള്ള മറ്റൊരു ഓപ്ഷൻ ലിസ്റ്റ് നമുക്ക് കാണാം. അപ്പൊ അതിനകത്തെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഫോൾഡർ എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ന്യൂ എന്നുള്ളിടത്ത് ഇങ്ങനെ മൗസ് വെച്ചിട്ട് വലത്തോട്ട് ഇങ്ങനെ മൗസ് അങ്ങ് കൊണ്ടുപോയാൽ മതി. അപ്പൊ അടുത്ത ഓപ്ഷൻ ലിസ്റ്റിലോട്ട് മൗസ് വരും. ഇനി ആ ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ആ ഫോൾഡറിലോട്ട് ഇങ്ങനെ മൗസ് ഒന്ന് വെച്ചിട്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഫോൾഡർ അവിടെ വരും. ഇനി നമുക്ക് പുതിയ പേര് കൊടുക്കാനായിട്ട് ആ ഫോൾഡർ വരുമ്പോൾ തന്നെ ന്യൂ ഫോൾഡർ എന്നാണ് അതിന്റെ പേര്. അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. അപ്പൊ നമുക്ക് പുതിയ എന്താണ് പേര് കൊടുക്കേണ്ടത് ആ പേര് നമ്മൾ ജസ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ആയി വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒരു മിനിറ്റിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് സമയം എടുത്തായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ചിലരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും ഇത്രയും സമയം വേണോ നമുക്ക് ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് പറയാൻ എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ഇനിയിപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോൾഡറിലോട്ട് ഈ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന നമ്മുടെ ഒരു ഫയലിനെ നമുക്ക് എങ്ങനെ കൊണ്ട് അതിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അപ്പൊ ഈ ഡെസ്ക്ടോപ്പ് നോക്കുവാണെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ എന്നൊരു ഫയലുണ്ട്, അതുപോലെ തന്നെ കപ്പ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്, ഡെമോ എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അപ്പം എനിക്ക് ഈ 3 ഫയലിനെയും ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്ത് കൊണ്ട് സൂക്ഷിച്ചു വെക്കണം. ഇപ്പൊ ഇത് കിടക്കുന്നത് ഈ ഒരു ഡെസ്ക്ടോപ്പിലാണ്. അപ്പൊ ഇതിനെ എനിക്ക് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സൂക്ഷിച്ചു വെക്കണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാല് നമ്മൾ ആദ്യം ഈ ഡെമോ എന്ന് പറയുന്ന ഫയലിനെയാണ് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഡെമോ എന്ന് പറയുന്ന ഫയലിലോട്ട് അതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് കൊണ്ടുവന്ന് ചുമ്മാ ഒന്ന് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. കൈ എടുക്കാൻ പാടില്ല. എന്നിട്ട് മൗസ് ഇങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. മൗസ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യിക്കുക താഴോട്ട് എന്നുവെച്ചാൽ നീക്കുക. നീക്കുന്ന അനുസരിച്ച് ആ ഫയൽ മൗസിനോടൊപ്പം ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നിട്ട് അതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫോൾഡറിന്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുക. മുകളിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ എഴുതി കാണിക്കും മൂവ് ടു കമ്പ്യൂട്ടർ. അതായത് നമ്മൾ കൊണ്ടുവന്ന ആ ഫയലിനെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് മൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. നമുക്ക് കൈ എടുക്കുമ്പോൾ തന്നെ കാണാം നമ്മൾ കൊണ്ടുവന്ന ആ ഫയല് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫോൾഡറിനകത്തോട്ട് പോയി. അതിന്റെ പഴയ സ്ഥലത്ത് അതിനെ കാണാനില്ല. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഫയലിനെ ഡെസ്ക്ടോപ്പിൽ നിന്നും നമ്മൾ വലിച്ചിങ്ങനെ കൊണ്ട് ഇതിനകത്തോട്ട് ഇടുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഫയലിലോട്ട് ഇങ്ങനെ വെക്കുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലിച്ച് അതിനകത്തോട്ട് കൊണ്ട് ഇടുക. അതുപോലെ തന്നെ ഈ 2 ഫയലിനെയും കൂടെ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ കപ്പ് എന്ന് പറയുന്ന ഫയലിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് ചെയ്യേണ്ട കാര്യം ഈ കപ്പ് എന്ന് പറയുന്ന ഫയലിന്റെ മുകളിൽ എവിടെയെങ്കിലും മൗസ് ചുമ്മാ ഒന്ന് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ മൗസ് താഴോട്ട് വലിച്ച് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിന്റെ ജസ്റ്റ് അതിന്റെ അകത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം മൂവ് ടു കമ്പ്യൂട്ടർ. അപ്പൊ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ മൗസിൽ നിന്നും കൈ എടുത്തോണം. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ക്ലാസ് എന്നുള്ളതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫോൾഡറിനകത്തോട്ട് കൊണ്ട് ഇട്ടു.
ഇപ്പൊ നമ്മൾ ആ 3 ഫയലിനെയും അതിനകത്തോട്ട് കൊണ്ടിട്ടു. പക്ഷെ ഇത് അതിനകത്ത് ഉണ്ടോ എന്ന് നമുക്കറിയണം. അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു ഫോൾഡർ തുറന്നു നോക്കണം. എന്നാലേ നമുക്കത് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഫോൾഡർ ആയിക്കോട്ടെ, അല്ലെ ഇതിനകത്ത് കാണുന്ന ഈ ഒരു ഡെസ്ക്ടോപ്പിൽ കാണുന്ന ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, എന്തൊരു കാര്യം നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും തുറക്കണമെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം അതിലോട്ട് ഇങ്ങനെ മൗസ് ചുമ്മാ ഒന്ന് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്യുക. 2 തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വന്നു. ഓപ്പൺ ആയി വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മള് വലിച്ചുകൊണ്ടിട്ട 3 ഫയലും ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണത്തിനെ എക്സ്ട്രാ ഒന്നിനെ കൊണ്ടിട്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫയലും കൂടെ കാണാം. അപ്പം നമ്മൾ കൊണ്ടിട്ട ഫയലെല്ലാം സുരക്ഷിതമായിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫോൾഡറിൽ ഉണ്ട്. നേരത്തെ അതിങ്ങനെ ഡെസ്ക്ടോപ്പിൽ ചുമ്മാ കിടക്കുമായിരുന്നു. ഇപ്പൊ ആ ഫയല് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ ഫോൾഡറിനകത്തോട്ട് നമ്മുടെ ഫയലിനെ കൊണ്ടുവയ്ക്കാനും പഠിച്ചു. അതായത് ഡെസ്ക്ടോപ്പിലുള്ള ഫയലിനെ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കാനും പഠിച്ചു. ഇനി ഇപ്പൊ പറയാൻ പോകുന്നത് നമുക്ക് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പൊ ആ ഒരു ഷോർട്ട് കട്ടും കൂടെ നമുക്കൊന്ന് പറയാം. എന്തായാലും നമ്മൾ ശരിക്കുള്ള ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കണം. പിന്നെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും ഷോർട്ട് കട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എളുപ്പം നമ്മുടെ വർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഷോർട്ട് കട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു എളുപ്പ വഴിയും കൂടെ പറയാം നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ കീബോർഡിനകത്ത് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അതുപോലെ തന്നെ ഷിഫ്റ്റ് എന്ന് പറയുന്ന കീ ഉണ്ട്. അതുപോലെ തന്നെ ആൽഫബറ്റ് N. അപ്പൊ ഈ 3 കീയും കൂടെ നമ്മുടെ കീബോർഡിലാകുമ്പോൾ ഒരേ സമയത്ത് 3 കീയും പ്രസ് ആയിരിക്കണം. ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തു, അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തു, അതിനുശേഷം N പ്രസ് ചെയ്തത്. കണ്ടോ, നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ഈ ഒരു ഡെസ്ക്ടോപ്പിന്റെ എവിടെയെങ്കിലും ഒരു ഫോൾഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ന്യൂ ഫോൾഡർ 2 എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അതിന്റെ പേര് സെലക്ട് ആയാ വന്നേ. നമുക്ക് എന്താണോ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം. കീബോർഡിലെ കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് N കൂടെ പ്രസ് ചെയ്യുക. ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോൾ പ്രസ് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ആൽഫബറ്റ് N പ്രസ് ചെയ്തത്. നമ്മുടെ ലാപ്ടോപ്പിന്റെ കീബോർഡ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിന്റെ കീബോർഡ് ആണെങ്കിൽ ഒരേ സമയത്ത് ഈ 3 കീയും പ്രസ് ആയിരിക്കണം. ഒരു ഫിംഗർ കൊണ്ട് കൺട്രോള്, അടുത്ത ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ്, അടുത്ത ഫിംഗർ കൊണ്ട് N. 3 കീയും ഒരേ സമയത്ത് പ്രസ് ആയാൽ മാത്രമേ നമുക്ക് അവിടെ ഫോൾഡർ വരത്തുള്ളൂ. അപ്പൊ എപ്പോ ഫോൾഡർ വന്നാലും അതിന്റെ പേര് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടാണ് വരുന്നത്. നമ്മൾ പുതിയ പേര് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു പുതിയ പേര് അവിടെ ഫിക്സ് ആയിട്ട് വരും. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കണം. ക്ലാസ്സുകളിലൊക്കെ പോയി പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നവർ ജസ്റ്റ് നമ്മുടെ ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് സിസ്റ്റം അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്നും പ്രയാസമില്ല. നമുക്ക് എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.